ഫ്രണ്ട്സ്, എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് തീർന്നു. മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വന്നപ്പോഴാണ് ഭയങ്കര നോയ്സും ഭയങ്കര കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പാഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാറുകയാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഴിച്ച് കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഒരു കോൺഫിഡൻ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നോക്കിയിട്ട് സിമ്പിളായിട്ട് വീട്ടിലിരുന്നിട്ട് ഈ ഒരു ബ്രേക്ക് പാഡ് മാറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒട്ടും സമയങ്ങളല്ല. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തു. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചാനലൊന്നുമല്ല. ഇതാണ് വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം വരുന്നത്. ഇതിൻ്റെ ഈ ഒരു കാലിപ്പർ കണ്ട, ഈ ഒരു കാലിപ്പർ നമുക്ക് അഴിച്ചെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു 2 നെറ്റ് വരുന്നുണ്ട്. ഈ ഒരു 2 നെറ്റ്, ഇപ്പോൾ ഈ 2 നെറ്റ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാലിപ്പർ ഊരിയെടുക്കാൻ പറ്റും. കാലിപ്പർ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പിന്നും പിന്നെ അതിൻ്റെ ബാക്കിൽ ഈ ഒരു പിന്നും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിന്ന് ഊരിയെടുത്തിട്ട് നമുക്ക് കാലിപ്പർ ബ്രേക്ക് പാഡ് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ കാലിപ്പറിൻ്റെ ഈ ഒരു ഭാഗം അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 12-ൻ്റെ സ്പാൻഡറാണ് എടുത്തേക്കുന്നത്. 12-ൻ്റെ സ്പാൻഡർ കറക്റ്റ് സ്യൂട്ടാണ്. ഓക്കെ, ഇത് രണ്ടും അഴിക്കാം. കാലിപ്പർ ഫുള്ളായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ബ്രേക്ക് പാഡും അതിനകത്തുനിന്ന് അഴിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന 2 സംഭവമില്ലേ, ഇതാണ് പിസ്റ്റൺ. ഇനിയിപ്പോൾ ബ്രേക്ക് പാഡ് പുതിയത് ഇടുന്നതിന് മുന്നേ ഈ 2 പിസ്റ്റണില്ലേ അകത്തോട്ട് തള്ളണം. അത് നല്ല ബലമുള്ള എന്തെങ്കിലും മെറ്റീരിയൽ സ്പാൻഡർ വെച്ചിട്ട് അകത്തോട്ട് തള്ളണം. ഓക്കെ, നമ്മുടെ ബ്രേക്ക് പാഡ് പുതിയത് വന്നേക്കുന്നത്. പഴയതിൻ്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ പഴയ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ. ഈ ഒരു ഭാഗം കണ്ട മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വന്നിട്ട് ചെത്തിപ്പോയി. ഞാൻ പിന്നെ മാറ്റാന്ന് ഇങ്ങനെ നോക്കിയിരുന്നാണ് ഇത്ര ആയത്. പിസ്റ്റൺ കൈകൊണ്ട് താഴ്ത്താനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ജി ക്ലാമ്പ് വെച്ചിട്ട് ഈ ഒരു കാലിപ്പർ ഊരിയെടുത്തിട്ട് ഇങ്ങനെ താത്തിയാലും മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ താത്തിയെടുക്കണം. കണ്ട, ഈ ഒരു രീതിയിൽ ബ്രേക്ക് പാഡ് നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഡിസ്കിലേക്ക് ഇതങ്ങോട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. പഴയ പോലെ തന്നെ എല്ലാം റീസെറ്റ് ചെയ്യാം. പഴയ പോലെ തന്നെ നമ്മൾ ഇതൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചാണ്. അപ്പം അതിൻ്റെ അകത്തുള്ള ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ കേടായി പോയിട്ടുണ്ടാവും. എന്തായാലും ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു ബ്രേക്ക് ഫ്ലൂയിഡ് മേടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ബ്രേക്ക് പിടിക്കുന്ന ഈ ഒരു ഭാഗമില്ല, ഇതിൻ്റെ ഈ ഒരു ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ഇടേണ്ടത്. അതിൻ്റെ പേര് എനിക്ക് കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. അതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. അഴിയല്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് വയ്ക്കുന്ന ആ ഒരു ഭാഗം അഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്താണ്. അതിൻ്റെ ഒറിജിനലൊന്നുമല്ല, ഞാൻ തന്നെ സൈക്കിളിൻ്റെ ട്യൂബ് വെട്ടിയിട്ടതാണ്, അങ്ങനെ പൊടിയകത്തോട്ട് പോകാതിരിക്കാൻ. എയർ പിടിക്കുമല്ലോ, എയർ പിടിച്ച് ഈ ഒരു ഷേപ്പിലോട്ടായതാണത്. ഈ ഒരു ഷേപ്പിലോട്ടെ എയർ വന്ന് എയർ പിടിച്ച് ഈ ഒരു ഷേപ്പിലോട്ട് അത് തനിയായതാണ്. അല്ലാണ്ട് ഇതിൻ്റെ ഒറിജിനലൊന്നും നല്ലത്. എൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അവസ്ഥ കണ്ട, ശരിക്കും ഇത് റെഡ് കളറിലാണ് വരാം. റെഡല്ല, ഇപ്പോൾ ഈ കളറില്ലേ, ഇത് റെഡാണോ മജന്താണോ, ഈ ഒരു കളറിലാണ് വരിക. ഇതിപ്പോൾ ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇതേപോലെയാണ് പമ്പ് ചെയ്യേണ്ടത് കേട്ടോ. ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ പമ്പ് ചെയ്ത് ഇങ്ങനെ പൊങ്ങി വേണം. എയർ കളയണം മൊത്തത്തിലുള്ളത്. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് ബ്രേക്ക് ഫ്ലൂയിഡ് ആഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. ഇത് മേടിച്ചതിൻ്റെ ബാക്കിയാണ്. ഇതിപ്പോൾ മുഴുവനായിട്ട് മാറണം. ഇത് പഴയതെന്നാണ് എൻ്റെ അടുത്ത്. താഴെ മുകളിലോട്ട് ഒരു 2 ഹോൾ ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് ഒഴിക്കാൻ പറ്റും കേട്ടോ. ഇത് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ എന്തായാലും മാറണം. നിസ്സാര വില ഉള്ളൂ ബ്രേക്ക് ഫ്ലൂയിഡിന്. പോയല്ല, ഇത് പെയിൻറ്റിലേക്ക് വേണമെങ്കിൽ പെയിൻറ്റ് കൂട്ടാം. കറക്റ്റായിട്ട് പമ്പ് ചെയ്യുക. ഇതേപോലെ പമ്പ് ചെയ്യുക. കറക്റ്റായിട്ട് പമ്പ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുത്തുകൊണ്ട് റോഡിലോട്ട് പോവുക. അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇരിക്കൂല. ഓക്കെ, ലോഡായി കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെ എടുത്തു വെക്കുക. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ വീഡിയോ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ വീട്ടിലിട്ട് സർവീസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇനി അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ കൂട്ടുകാരന്മാരായിട്ടോ റിലേറ്റീവായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോടൊപ്പം ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ പോക്കറ്റ് മണിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്തിട്ട് അതിനകത്തൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ട് സ്റ്റാർട്ടപ്പ് ചെയ്തേക്കുന്നതാണ്, എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പം വിട്ട് പോകാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.